ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 127ാമത് ചലഞ്ചായ ഉണ്ണിയപ്പ ചലഞ്ച് 30-ന് നടത്തും. പ്രദേശത്ത് 2 ക്യാൻസർ രോഗികളെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 127ാമത് ചലഞ്ചായ ഉണ്ണിയപ്പ ചലഞ്ച് ഓഗസ്റ്റ് 30-ന് നടത്തുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. ഞങ്ങൾ രാമപുരം ഹൈസ്കൂളിന് കിഴക്കുവശം പത്മനിലയം എന്ന വീട്ടിലാണ്. ശുഭ എന്ന് പറയുന്ന ഈ വീട്ടിലെ വീട്ടമ്മ ഇന്ന് ചികിത്സയിലാണ്. പ്ലാസ്മ മാറ്റിവെക്കത്തക്ക വിധത്തിൽ രക്തത്തിൽ അണുബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. 3 വർഷം മുമ്പ് മകൻ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കത്തക്ക വിധത്തിൽ ഉള്ള ചികിത്സയ്ക്ക് ശേഷം മകൻ മരിച്ചുപോയി. ഈ സമൂഹം ഒരുപാട് ഈ കുടുംബത്തെ സഹായിച്ചതാണ്. വീണ്ടും ആ വീട്ടമ്മ ഇന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന വലിയൊരു ബുദ്ധിമുട്ടിലാണ് ആ വീട്ടമ്മയെ സഹായിക്കാൻ വേണ്ടി ഈ മാസം 30-ാം തീയതി ഏവൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഉണ്ണിയപ്പ ചലഞ്ചുമായി സമൂഹം വരികയാണ്. ഈ പത്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡും 2-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ശ്രീലക്ഷ്മി, സുരേഷ് ബാബു, ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഏവൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ ക്രിസ്റ്റി, മനോജ്, അങ്ങനെ ഈ നിൽക്കുന്ന എല്ലാ മുഖങ്ങളെയും ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈ വീട്ടമ്മയെ ഒന്ന് സഹായിക്കണം. ഒപ്പം തന്നെ ഈ പത്തൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ താമസിക്കുന്ന കവിത എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. 2 രോഗികളെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിക്കുകയാണ്. ഏവൂർ അമ്പലത്തിന് മുമ്പിൽ 30-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ. അതിന് പ്രത്യേകതയുണ്ട്. ഏവൂർ അമ്പലത്തിലെ സപ്താഹത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ദിവസം അവസാനിക്കുകയാണ്. ഈ നല്ല ദിവസം നല്ലത് ചെയ്ത് നമുക്കൊരു മാതൃകയാക്കാം. പക്ഷേ 2 ഉണ്ണിയപ്പം എന്നുള്ള അതിന്റെ രുചിയോ അതിന്റെ വലിപ്പമോ ഒന്നുമല്ല. ഉണ്ണിയപ്പത്തിന്റെ രുചിയല്ല, മറിച്ച് ആ ഉണ്ണിയപ്പം വാങ്ങിയാൽ നമുക്ക് ഒരു രോഗിയായ വീട്ടമ്മയെ സഹായിക്കാൻ പറ്റും. അവിടെയാണ് ദൈവസ്നേഹം, അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം. നാം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണൻ കുചേലനെ സഹായിച്ചതുപോലെ നമുക്ക് സപ്താഹം തീരുന്ന ദിവസം ഒരു കുചേല തുല്യം ജീവിക്കുന്ന 2 കുടുംബങ്ങളെ സഹായിക്കുവാൻ നമുക്ക് ഒന്നിക്കാം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും 30-ാം തീയതി ഏവൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഉണ്ടാവണം. ഞങ്ങളെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ഉണ്ണിയപ്പവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. തീർച്ചയായും 30-ാം തീയതി നമുക്ക് ഒന്നിക്കാം. ഈ ചലഞ്ചിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രസ്റ്റി ശ്രീ മനോജ് 5000 രൂപ ഈ ചലഞ്ചിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഈ പെട്ടെന്നുള്ള ക്രമീകരണമാണ്. ആൾക്കാരെ പൈസ കാണത്തില്ല. എന്നാൽ പോലും ചേട്ടന്റെ പേര് ശശീന്ദ്ര കുറുപ്പിയായിട്ട് ഇതിൽ പങ്കുചേരുന്നു. റോഹിച്ചാലിൽ പങ്കുചേരുന്നു. ബാക്കി എല്ലാവരും പങ്കുചേരും. പക്ഷെ അവരുടെ കയ്യിൽ ആർക്കും ഇപ്പൊ പൈസ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെല്ലാം അത്രയ്ക്ക് ദയനീയമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. ശുഭ എന്ന് പറയുന്നത് ഗ്രാമത്തുള്ള എല്ലാവർക്കും ശുഭ അറിയാവുന്നതാണ്. ഈ പള്ളിയുടെ ഇപ്പുറത്തെ പച്ചക്കറി പത്മാവതി അച്ഛനല്ലേ? ഈ അച്ഛനെ അറിയാവുന്ന മോഹമില്ല. നിങ്ങൾ അച്ഛനെ കാണിച്ചു അപ്പാരം ചേട്ടനെ അറിയാവുന്ന രാമപുരത്ത് എവരും കാണത്തില്ല. ഈ ചേട്ടന്റെ മോക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ചേട്ടന്റെ മുഖത്തെ ഒരു സന്തോഷം ഈ തന്റെ മകളുടെ ചികിത്സയ്ക്ക് നമുക്ക് ഒന്നിക്കണം. ഒത്തിരി പേർക്ക് പച്ചക്കറി കൊടുത്തിട്ടുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ചേട്ടനെ കുടുംബത്തെ സഹായിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ചേട്ടന് വേണ്ടി ഒന്നിക്കുക. ഈ ചേട്ടന്റെ ബോക്സ് കൊടുക്കുക. മെമ്പർമാരെല്ലാം ചേർന്ന് ഈ ചേട്ടന്റെ സുരേഷ് ബാബു ഏൽപ്പിക്കുന്ന ബോക്സ് ഇത് അർത്ഥോടാന്ന് വരുന്നത്. ഏവൂർ ക്ഷേത്രത്തിന് മുൻപിൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തെ 2 ക്യാൻസർ രോഗികളെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും ഷാജി കെ ഡേവിഡ് അറിയിച്ചു. CDN ന്യൂസ്, കായംകുളം.